ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. ഫിഷ് മസാല. നല്ല ടേസ്റ്റും ഫ്ലേവറുമാണ് ഇത് കഴിക്കാനായിട്ട്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറയും. ചോറിൻ്റെ കൂടെയും നല്ലത് തന്നെയാണ്. പക്ഷേ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഇപ്പം എൻ്റെ മോനൊക്കെ നന്നായിട്ട് ഇഷ്ടമായി. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ദശക്കട്ടിയുള്ള അധികം മുള്ളില്ലാത്ത മീൻ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ദശക്കട്ടി കുറവാണെങ്കിൽ പൊടിയാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മോദ എന്ന് പറയുന്ന മീനാണ്. മുള്ളൊട്ടുമില്ല, കുറച്ച് ദശക്കട്ടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നമുക്കിനി ഇത് മസാല പുരട്ടി മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഫുൾ ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ലെമൺ ജ്യൂസ്, ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ്. ഇത്രയും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ലെമൺ ജ്യൂസ്. ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മീനിൻ്റെ കഷ്ണത്തിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഏറ്റവും നല്ലതാണ്. ഫിഷിലേക്കുള്ള മസാലകളെല്ലാം പുരട്ടി മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഫിഷ് മസാലയ്ക്ക് വേണ്ടിയുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കാം. നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയി. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ റെഡിയാക്കി. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ഇതൊരു സിംഗിൾ പാൻ ഡിഷാണ്. ഈ ഒറ്റ പാനിൽ തന്നെ നമുക്ക് ഫിഷും ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ പാനിൽ തന്നെ മസാലയും പ്രിപ്പയർ ചെയ്യാം. പാൻ വെച്ചു, ഫ്ലെയിം ഓണാക്കി. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ വിഭവമായതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ആവശ്യമില്ല. 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട. കാരണം നമുക്കിനി ഇത് മസാലയിലിട്ട് നന്നായിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ 1 മിനിറ്റ് ഒരു സൈഡ് ഫ്രൈ ആക്കുക. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ സൈഡിലേക്ക് മറിച്ചിടാം. വീണ്ടും 1 മിനിറ്റ് കൂടിയും ഫ്രൈ ചെയ്യാം. 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മീനിൻ്റെ പീസസ് എല്ലാം ഒന്ന് മറിച്ചിടാം. മറ്റേ സൈഡും കൂടി നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. നമ്മുടെ ഫിഷ് എല്ലാം ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ആ മീൻ ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ മസാല പ്രിപ്പയർ ചെയ്യാം. വേറെ എണ്ണയൊന്നും ചേർക്കണ്ട. ആ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എണ്ണ മതിയാകും. നമുക്ക് ഏറ്റവും ആദ്യം കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റ് കറി സെർവ് ചെയ്യുമ്പം മുകളിലിടാൻ വേണ്ടിയിട്ടാണ് ഈ വറ്റൽ മുളകും കറിവേപ്പിലയും ഫ്രൈ ചെയ്തെടുത്തത്. പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ ഭയങ്കരമാണ്. ആ വറുത്ത കറിവേപ്പിലയുടെയും വറ്റൽമുളകിൻ്റെയും രുചി, ആ ഒരു മണം ഒക്കെ ഭയങ്കര രുചിയും മണവുമാണ്. നമ്മുടെ കറിക്കത് ഭയങ്കര ഒരു എഫക്റ്റ് കിട്ടും. ജസ്റ്റ് അതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി കറി പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഏറ്റവും ലാസ്റ്റ് മുകളിൽ വിതറി കൊടുക്കാം. ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം തന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കല്ലിൽ വെച്ച് നന്നായിട്ട് ചതച്ച് പേസ്റ്റ് ചെയ്തതാണ്. റെഡിമെയ്ഡ് മേടിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. ഇങ്ങനത്തെ സ്പൂണിന് 2 സ്പൂൺ ഞാൻ ചേർത്തു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചവ മാറിക്കഴിയുമ്പം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. മുളക് പൊടിയും പെപ്പർ പൗഡറും നമ്മൾ ചേർക്കുന്നുണ്ട്. എരിവ് കുറവ് മതിയെങ്കിൽ 2 പച്ചമുളക് ചേർത്താൽ മതി. ഇനി നമുക്ക് സവോള ചേർക്കാം. ഞാനിവിടെ ഒരു 3-4 സവോള എടുത്തിട്ടുണ്ട്. വലിയ സവോളയാണെങ്കിൽ ഒരു 3 മാക്സിമം മതി. ഇതൊരു ഇടത്തരം സവോളയായിരുന്നു, അതുകൊണ്ടൊരു 4 സവോള എടുത്തിട്ടുണ്ട്. സവോള പെട്ടെന്ന് വഴന്നു വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ മീൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിലാണ് മസാല പ്രിപ്പയർ ചെയ്യുന്നത്. പാനിൻ്റെ അടിയിലുള്ള ആ മസാല എല്ലാം നന്നായി ഇളക്കി നമ്മുടെ ഗ്രേവിയുമായി യോജിപ്പിക്കാം. സവോള നന്നായിട്ട് വഴന്നു വരണം. നല്ല ബ്രൗൺ കളറായി നന്നായിട്ട് വഴന്നു വരണം. എന്നാലാണ് നമ്മുടെ ഗ്രേവി നല്ലൊരു പേസ്റ്റ് പോലെ കിട്ടുള്ളൂ.
ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. അടുത്തതായിട്ട് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു ഫുൾ ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പം വലിയ എരിവുണ്ടാവില്ല, പക്ഷെ കറിക്ക് നല്ലൊരു റിച്ച് കളർ കിട്ടും. ഇനി കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചേർത്തു. കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. അടുത്തതായിട്ട് പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി നിർബന്ധമായിട്ടും ചേർക്കണം. അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഈ കറിയുടെ ഏറ്റവും ഹൈലൈറ്റ്. ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല എന്ന് പറയുമ്പം പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം എല്ലാം മിക്സ് ചെയ്തെടുത്തതാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഈ പൗഡറുകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ച മണമെല്ലാം ഒന്ന് മാറി അത് നമ്മുടെ ഗ്രേവിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി. നമുക്കിനി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 2 ടൊമാറ്റോസ് ചേർക്കാം. തീരെ കുഞ്ഞു ടൊമാറ്റോ ആണെങ്കിൽ 3 എണ്ണം ചേർക്കാം. ഇടത്തരം ടൊമാറ്റോസ് ഒരു 2 എണ്ണം മതിയാകും. തീരെ പൊടിയായിട്ട് അരിയാം, കാരണം നമുക്ക് ആ തക്കാളി നന്നായിട്ട് വഴന്ന് ആ ഗ്രേവിയുമായി നന്നായിട്ട് ചേരണം. കുറച്ച് വെള്ളം കൂടി ചേർക്കാം, പെട്ടെന്ന് തക്കാളി വഴന്ന് കിട്ടും. നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നമ്മുടെ ഗ്രേവി നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. എല്ലാ ഫിഷ് പീസസും ചേർത്തിട്ട് ആ മസാല വെച്ച് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കാം. ഇനി നമ്മുടെ ഗ്രേവി കുറച്ചുകൂടി ലൂസ് ആക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. തിക്കായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണ്ട, അത് അവോയ്ഡ് ചെയ്യാം. ചപ്പാത്തിക്കൊക്കെ കഴിക്കാനായിട്ട് കുറച്ചൊരു ഗ്രേവി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തു. ഇനി ഒന്ന് മൂടി വെച്ച് നമുക്കത് കുക്ക് ചെയ്യാം. നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മൾ ഏറ്റവും ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വറ്റൽമുളകും കറിവേപ്പിലയും വെച്ച് നമുക്ക് നമ്മുടെ ഡിഷിനെ ഗാർണിഷ് ചെയ്യാം. ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമല്ല, അതിൻ്റെ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു ടേസ്റ്റും നമ്മുടെ കറിക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. വറ്റൽമുളകും കറിവേപ്പിലയും ഫ്രൈ ചെയ്തത് കറിയുടെ മുകളിൽ വിതറി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ആ ഒരു ഫ്ലേവറും സ്മെല്ലും എല്ലാം ആ കറിയിലേക്ക് ലോക്ക് ചെയ്ത് കിട്ടും. നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറുമാണ്. ചപ്പാത്തിയുടെ കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടമാവും. കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഒത്തിരി എരിവ് ചേർക്കാതെ ഉണ്ടാക്കിയാൽ അവർക്ക് കുറച്ചുകൂടി കഴിക്കാൻ എളുപ്പമുണ്ടാവും. ഏത് മീൻ വെച്ചും നമുക്കിത് ഉണ്ടാക്കാം. മത്തി വെച്ചൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി അമ്മൂസ് മന്ത്രയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.